ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ഇന്നലെ ഞാൻ വെച്ച മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചാൽ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. ഞാനിത് കുക്കറിലാണ് റൈസൊക്കെ വേവിച്ചെടുക്കുന്നത്. പക്ഷെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അടർന്ന് തന്നെ നൊട്ടലൊന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിനാവശ്യമായ 3 സവാള എടുത്തിട്ടുണ്ട്. അത് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതൊന്ന് ഉപ്പൊന്നും ഇടാണ്ട് നന്നായിട്ട് ഒന്നും മുരിഞ്ഞു കഴിഞ്ഞ രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം അത് വഴന്നു കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പച്ചമുളകും കൂടി ക്രഷ് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ തക്കാളിയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കണം. ആ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വന്ന ശേഷം ഞാനിതിലോട്ട് ഗ്രാൻഡ് മാസിൻ്റെ മസാല പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ബിരിയാണി മസാല 1.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 സ്പൂൺ മട്ടൻ മസാലയും. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മസാലയുടെ പച്ചമണം എല്ലാം വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 350 ഗ്രാം മട്ടനാണ് കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് ചോറൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനതിന് വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള സ്പൈസസൊക്കെ ഒന്നിട്ട് കൊടുത്ത് 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് അരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും മട്ടനൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു കടായിലോട്ടാണ് കേട്ടോ മാറ്റിയിട്ട് ദമ്മിലിട്ടെടുക്കണത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് റൈസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് അടർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിലിടാം. അപ്പോൾ നമ്മൾ ഇത് മസാല ഇതൊക്കെ വറ്റിക്കാൻ വെച്ചിട്ടില്ല, അതിലോട്ട് നമ്മുടെ വെന്ത റൈസും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില. പിന്നെ ഞാൻ സവാള മുരിച്ചിട്ട് അതിൻ്റെ മീതെ ഇടുന്നില്ല, അതിവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ കശുവണ്ടി മുന്തിരിയാണെങ്കിൽ അതും ഇടുന്നില്ല. അതൊക്കെ ഇവിടെ കുട്ടികൾ പെറുക്കി കളയുന്നുണ്ട്, അതൊന്നും ഇടണില്ല കേട്ടോ. അപ്പോൾ മല്ലിയില മാത്രം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ദമ്മിലിട്ട് അതിന് ശേഷം ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ബിരിയാണി. നല്ല നമ്മൾ ഈ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ പോയിട്ട് കഴിക്കൂലേ, ആ ഒരു നല്ലൊരു ഫ്ലേവറിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം അടർന്നും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഒട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ കുക്കറിൽ വെക്കുമ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ ഒട്ടാറൊക്കെ ഉണ്ട്, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ആ ഒരു കളറും. ഞാൻ പിന്നെ ഇതിലോട്ട് മഞ്ഞൾ കൂടി ഒന്നും ആഡ് ചെയ്ത് കൊടുത്തില്ല കേട്ടോ. ഇത്രയും ഗരം മസാല അല്ല, മട്ടൻ മസാലയും ബിരിയാണി മസാലയും മാത്രം ആഡ് ചെയ്ത് കൊടുത്തോളൂ. നല്ല ടേസ്റ്റുള്ള ബിരിയാണി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.